താനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്കെന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. അതൊന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. സന്തോഷായി. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, പ്രീതിയെ വീട്ടിൽ താമസിപ്പിച്ചാൽ നിനക്ക് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായി? പ്രീതി അന്ന് തന്നെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? എനിക്ക് പറ്റിയ ആക്സിഡന്റിന് പിന്നിൽ താനാണോ? ആണെങ്കിൽ നീ എന്തു ചെയ്യൂടാ? ഞാൻ പറയുന്നത് നീ കേട്ടോ. പ്രീതി ഒരു നശിച്ച ജന്മമാണ്. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നതാണ് നിനക്കും ഈ കുടുംബത്തിനും നല്ലത്. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ കാനഡയിലേക്ക് പോകാൻ വേണ്ടി മാത്രമായിരിക്കും. താനല്ല ആര് വന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ അവസ്ഥയിൽ നിന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോടാ. നിന്നെ ഞാൻ എന്റെ മോനെ കൊല്ലാൻ നോക്കിയിട്ട് ഈ വീട്ടിൽ കയറാൻ നിനക്ക് എങ്ങനെയാടാ ധൈര്യം കിട്ടിയത്? അയ്യോ, ഞാനല്ല ഇവനെ കൊല്ലാൻ നോക്കിയത്. പിന്നെ ആരാ? നിന്റെ മരുമകനോ? ആരായാലും എനിക്ക് കണക്കാ. ഇവൻ തളർന്നു കിടക്കാണെന്ന് കരുതിയിട്ടായിരിക്കും നീ ഈ വീടിന്റെ പടി ചവിട്ടിയത്. ഇവന് വയ്യെന്നേ ഉള്ളൂ. ഇവന്റെ അമ്മ ചത്തിട്ടില്ല. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതിയടാ. അമ്മേ മതി. ഇയാളൊരു ഹാർട്ട് പേഷ്യന്റാ, ചത്തുപോകും. ഇനി എന്റെ മോനെ നീ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. നിന്റെ മോള് ഈ വീട്ടിലാണ് താമസിക്കുന്നത്.